അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ നനക്കണ കാര്യത്തിൽ. കുറ്റിക്കുരുമുളകായിക്കോട്ടെ, വള്ളിക്കുരുമുളകായിക്കോട്ടെ, കുരുമുളക് കൃഷിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കുരുമുളക് എന്നല്ല, ഇപ്പോൾ നമ്മൾ വാഴയായിക്കോട്ടെ, തെങ്ങായിക്കോട്ടെ, ഏത് കൃഷി ആയിക്കോട്ടെ നന്നായിട്ട് നനക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ചൂടാണ്. ജനുവരി തന്നെ നല്ല ചൂട്, ജനുവരി അവസാനമായപ്പോൾ തന്നെ നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂടത്ത് നമുക്ക് ശരിക്കും ഒരു ഒന്നരാടെങ്കിലും നനക്കണം. ഡെയിലി നനക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും നനക്കണം. അപ്പോൾ ഈ നനക്കണ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ട്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതും ഈ വീഡിയോസൊക്കെ കണ്ട് അതിലും ഞാൻ പറഞ്ഞല്ലോ കുറേ തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം. ഞാൻ തന്നെ ചെയ്തേക്കണം ഇതെല്ലാം. ഈ ഇറിഗേഷന് എളുപ്പമാക്കാൻ വേണ്ടി കുറച്ച് പരിപാടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിനൊക്കെ ഞാൻ എറണാകുളത്ത് പോയി ഇതുപോലെ പൈപ്പ് മേടിച്ചു. നിസ്സാര പൈസയ്ക്ക് ഇത്രയും ഏരിയ ഞാൻ കവർ ചെയ്തു. ഇത്രയും ഏരിയയിൽ ഇറിഗേഷൻ ചെയ്തു. ഇതുണ്ട്, ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ കൃത്യമായിട്ട് നനവ് കിട്ടുന്നുണ്ട്. അപ്പം ഈ വേനലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നന്നായിട്ട് വെള്ളം കിട്ടണം. ഇതിൻ്റെ ചുവടൊക്കെ നന്നായിട്ട് നനയെങ്കിൽ എത്ര നനയാവോ അത്രയും നനക്കണം. എന്നാലാണ് ഇതെല്ലാം നന്നായിട്ട് കിളുക്കത്തുള്ളൂ. എല്ലാത്തിനും ചെയ്ത് ഇപ്പം ഒരു തൈ പോയതാണ്, ആ തൈ വെച്ചതാണ്, ഇന്നലെ വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ ചുവട്ടിലും ഇതേപോലെ നമ്മളൊരു ഹോളിട്ട് കൊടുത്ത് അടക്കാമരത്തിൻ്റെ ചുവട്ടിലും എല്ലാത്തിൻ്റെയും ചുവട്ടിൽ നമ്മൾ ഇതുപോലെ ഹോളും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം ചെയ്തതിൽ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുത്തേക്കണ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്തേക്കണ തണ്ട് ഇതെല്ലാം എന്നുള്ള രീതിയിൽ ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും നമ്മൾ ചെയ്തു പോയതാണ്. നമുക്ക് നോക്കാം ഏതായാലും ഇതിൽ കുരുമുളക് നന്നായിട്ടുണ്ടാകും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഇപ്പം ഞാൻ എടുക്കുന്നത് അതേ വള്ളി, ആ തൂങ്ങിക്കിടക്കുന്ന വള്ളിയിൽ നിന്ന് എടുത്തിട്ട് ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്യാറില്ല. ആദ്യത്തെ സമയത്ത് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇനി നമുക്കിത് ഓൾറെഡി നമ്മളിത് ഈ ഹൈറ്റിലാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കണം. ഇത് കണ്ടോ, തറയിൽ നിന്ന് ഏകദേശം ഒരു 2.5 അടി പൊക്കത്തി വന്നിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കണം. അത് കാരണം പെട്ടെന്ന് ഇത് ഹൈറ്റിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു ഹൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പം ഓൾറെഡി അവിടെ അടക്കയായി കിടക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഇപ്പം തന്നെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടക്ക പറിക്കാനും കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. കാരണം ആ ഒരു ഹൈറ്റ് വന്നപ്പോൾ നമ്മൾ പതിക്കനെ ഒന്ന് ചായച്ച് താഴത്തോട്ട് ചായച്ച് കൊടുത്തേക്കുവാണ്. എന്നിട്ട് പിന്നെ നമുക്ക് ഇത് അടക്കാമരം ഹൈറ്റ് വെക്കുന്നതനുസരിച്ച് വീണ്ടും മുകളിലോട്ട് കയറ്റി വിടാം. ഇതുപോലെ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ നമുക്ക് വെള്ളം കറക്റ്റായിട്ട് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം.